ദീർഘകാലം കമ്മിറ്റി കൂടി ഇപ്പോൾ 260.56 കോടി രൂപ തരാം എന്ന ഔദാര്യം യഥാർത്ഥത്തിൽ കേരളത്തിനോടുള്ള വളരെ പച്ചയായിട്ടുള്ള അവഹേളനമാണ്. കേരളത്തിന് തരാൻ ആവശ്യമായിട്ടുള്ള പണം തരില്ല എന്നാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഈ സബ് കമ്മിറ്റി ഓഫ് നാഷണൽ എക്സിക്യൂട്ടീവ് ഓഫ് NDMA സൂചിപ്പിക്കുന്നത്, ഈ ഉത്തരവിൽ കണ്ടത്, നിങ്ങൾക്ക് ഞങ്ങൾ സാസ്കി ഇനത്തിൽ പണം തന്നിട്ടുണ്ടല്ലോ, അത് വായ്പയാണ്, അത് ലോണാണ്. ആ ലോൺ മാർച്ച് 31-നകം ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു തന്ന സംഖ്യയാണ്. അത് ഇതും തമ്മിൽ എന്താണ് ബന്ധം? ആ വിധത്തിൽ ഇതിനെ മാറ്റി തീർക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിനോട് തുടർന്ന അവഗണനയുടെ ഭാഗമാണ്. ഇനി അവസാനത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം, കേരളത്തിൽ ചൂരൽമലയിൽ ഈ ദുരന്തം ഉണ്ടായപ്പോൾ ആഗസ്റ്റ് 17-ന് കേരളം കൊടുത്ത മെമ്മോറാണ്ടത്തിൽ 3 കാര്യങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, ഞങ്ങൾക്ക് ഈ നഷ്ടപരിഹാരത്തിൻ്റെ പണം തരണം, തന്നില്ല. L3 ആയി ഞങ്ങൾ ഏറ്റവും പെട്ടെന്ന് പ്രഖ്യാപിക്കണം, 5 മാസം കഴിഞ്ഞ് അത് പ്രഖ്യാപിക്കാൻ. അക്കാര്യത്തിൽ മൂന്നാമത്തെ കാര്യം, അവിടെ ചൂരൽമലയിലെ ദുരന്ത ബാധിതരായിട്ടുള്ള മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലെ ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാൻ 2005-ൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഐക്യകണ്ഠന തയ്യാറാക്കിയിട്ടുള്ള ദുരന്ത നിവാരണ ആക്ടിൻ്റെ സെക്ഷൻ 13 ഉപയോഗിക്കണം. വളരെ ക്ലിയർ കട്ടാണ് ഞങ്ങളുടെ ആവശ്യം. സെക്ഷൻ 13 ഉപയോഗിക്കണം. സെക്ഷൻ 13 ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെട്ടാൽ, ഒരു ദുരന്തം പ്രഖ്യാപിക്കപ്പെട്ടാൽ, ആ ദുരന്തത്തിൻ്റെ ഭാഗമായി വരുന്ന ഇരകളാക്കപ്പെട്ട ആളുകളുടെ കടങ്ങൾ എഴുതി തള്ളാനും പുതിയ കടങ്ങൾ അതായത് പുതിയ നിർമ്മാണത്തിനോ നിക്ഷേപത്തിനോ വേണ്ടിയിട്ടുള്ള പുതിയ ലോണുകൾ കൊടുക്കാനും സെൻട്രൽ ബാങ്കുകളെ, ദേശസാൽകൃത ബാങ്കുകളെ അധികാരപ്പെടുത്തിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അതവർ ബാധ്യസ്ഥരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതാണ് സെക്ഷൻ 13.